രണ്ട് രാജാക്കന്മാർ 5-ാം അധ്യായം. യഹോവ സിറിയ രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം സിറിയയ്ക്ക് യുദ്ധവിജയം വരുത്തിയതിനാൽ സിറിയ രാജാവ് നയമാനെ മഹാനും മാന്യനുമായി എണ്ണി. നയമാൻ പരാക്രമശാലിയായിരുന്നെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗം ഒരു മഹാരോഗമാണ്, മാറാരോഗമാണ്. കുഷ്ഠരോഗി വളരെ മാനസിക സംഘർഷങ്ങളും വേദനകളും അനുഭവിക്കുന്നു. ഏറിയ ചികിത്സ ചെയ്തിട്ടും നയമാന് കുഷ്ഠരോഗം ഭേദമായിട്ടില്ല. ഈ വേളയിലാണ് നയമാൻ തൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇസ്രായേൽ പെൺകുട്ടി തൻ്റെ യജമാനത്തോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ യജമാൻ ശമരിയിലെ പ്രവാചകനടുത്ത് പോവുകയാണെങ്കിൽ യജമാൻ്റെ കുഷ്ഠം അവൻ സൗഖ്യമാക്കുമെന്ന്. ഈ പെൺകുട്ടി ഒരു സുവിശേഷമാണ് അറിയിച്ചത്. നയമാനത് കേട്ടപ്പോൾ വളരെ നല്ലതെന്ന് തോന്നി. സിറിയയിലെ കവർച്ചപ്പട ഇസ്രായേലിലെത്തി പിടിക്കപ്പെട്ടു കൊണ്ടുവന്നവരിൽ ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു. സാധാരണ പിടിക്കപ്പെട്ടു കൊണ്ടുവന്നവർക്ക് അടിമ ജോലിയാണ് നൽകുക. എന്നാൽ ഈ കുട്ടിയിൽ ചില സവിശേഷ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം നയമാൻ്റെ ഭാര്യയോടെ ശുശ്രൂഷ ചെയ്യുവാൻ ഈ കുട്ടിയെ അനുവദിച്ചത്. കുഷ്ഠരോഗത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ഇസ്രായേൽ വലിയൊരു ശുശ്രൂഷാ രീതി തന്നെയുണ്ട്. ലേവി 14-15 അധ്യായങ്ങളിൽ ഈ ശുശ്രൂഷാ രീതിയെക്കുറിച്ച് നന്നായി വിവരിച്ചിട്ടുണ്ട്. പുരോഹിതൻ കുഷ്ഠരോഗിയെ അശുദ്ധനായി എണ്ണുന്നു. പിന്നീട് അവന് ജനസമ്പർക്കം ഉണ്ടാകാൻ പാടില്ല. അവനെ പാളയത്തിന് പുറത്താക്കുന്നു. പുരോഹിതൻ പിന്നീട് അവൻ്റെ മേൽനോട്ടത്തിലായിരിക്കും കുഷ്ഠരോഗിയുടെ ശുശ്രൂഷ നൽകുന്നത്. ശുശ്രൂഷയുടെ അവസാനം അവൻ സൗഖ്യമാകുമ്പോൾ ചില ബലികർമ്മങ്ങളിലൂടെ അവൻ ശുദ്ധനാകുന്നു. ശേഷം അവന് പാളയത്തിനകത്ത് വരാം, ജനങ്ങളുമായി സമ്പർക്കം പുലർത്താം. ഇത് ഇസ്രായേലിൻ്റെ ഒരു ശുശ്രൂഷാ രീതിയാണ്. ഇസ്രായേൽ പെൺകുട്ടി അറിയിച്ച സുവിശേഷ നിമിത്തം നയമാൻ തൻ്റെ രാജാവിനെ അറിയിച്ചു. വീട്ടിൽ ഇസ്രായേൽ പെൺകുട്ടി ഇന്ന വിധം പറഞ്ഞിരിക്കുന്നുവെന്ന് രാജാവിനെ ബോധിപ്പിച്ചു. രാജാവ് ഒരു കത്തെഴുതി ഇസ്രായേൽ രാജാവിന് കൊടുക്കുവാൻ നയമാൻ വശം കൊടുത്തു. പോയി വരിക എന്ന് നയമാന് അനുവാദം കൊടുത്തു. നയമാൻ ഒട്ടകങ്ങളും രഥവും സൈന്യങ്ങളുമായി ഇസ്രായേലിലെത്തി. ഇസ്രായേൽ രാജാവിനെ കണ്ട് കത്ത് കൊടുത്തു. രാജാവ് കത്ത് വായിച്ചപ്പോൾ വളരെ ക്ഷുഭിതനായി വസ്ത്രം കീറി. വസ്ത്രം കീറുക എന്ന് വെച്ചാൽ തൻ്റെ കോപത്തിൻ്റെ ആഴം എത്രയെന്ന് പ്രകടമാക്കുകയാണ് ഈ വസ്ത്രം കീറുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജാവ് ക്ഷുഭിതനാക്കാൻ കത്തിലെ വാചകങ്ങളാണ്. അത് ഇപ്രകാരമാണ്: എൻ്റെ സേനാധിപതിയായ നയമാൻ കുഷ്ഠരോഗിയാണ്. അവനെ നിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നു. അവനെ സൗഖ്യമാക്കുകയെന്ന്. ഒരു രോഗിയെ സൗഖ്യമാക്കാനും മരിപ്പിക്കാൻ ജീവിപ്പിക്കാനും ഞാനൊരു ദൈവമാണോ? ഒരു ചെണ്ടയ്ക്ക് അവൻ കാരണം അന്വേഷിക്കുകയാണ് എന്ന് ഇസ്രായേൽ രാജാവ് തെറ്റിദ്ധരിക്കപ്പെട്ടു. അതിന് കാരണമുണ്ട്. സിറിയയിൽ കവർച്ചപ്പട ഇസ്രായേലിൽ വന്ന് കുറേ പേരെ ഇവിടുന്ന് പിടിക്കപ്പെട്ട് കൊണ്ടുപോയിട്ടുണ്ട്.
ആ കാരണത്തിലായിരിക്കാം രാജാവിന് ദേഷ്യമുണ്ടായത്. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയെന്ന് എലീഷ പ്രവചൻ അറിഞ്ഞപ്പോൾ ഒരു ശിഷ്യനെ രാജാവിൻ്റെ അടുക്കലേക്ക് അയച്ചു. അവൻ എൻ്റെ അടുക്കലേക്ക് അയക്കുക, ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അവൻ അറിയട്ടെ എന്ന്. ശേഷം നയമാൻ ഒട്ടകങ്ങളും രഥവും സൈന്യങ്ങളുമായി എലീഷ പ്രവാചകൻ്റെ വീട്ടുവാതിൽക്കൽ വന്നു നിന്നു. എലീഷ പ്രവാചകൻ എല്ലാം അറിഞ്ഞു. പ്രവാചകൻ തൻ്റെ ശിഷ്യനയച്ച് ഈ വിധം പറയിപ്പിച്ചു: നീ ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങുക, എന്നാൽ നിന്റെ കുഷ്ഠം സൗഖ്യമാക്കുമെന്ന്. ഇത് കേട്ട നയമാൻ വളരെ കോപാകുലനായി. ഒരു നദിയിൽ മുങ്ങിക്കുളിക്കാനാണെങ്കിൽ സിറിയയിലെ ദമാശ്കയിൽ അബാന, പർപ്പർ എന്നീ നല്ല നദികളുണ്ടല്ലോ. എനിക്കതിൽ മുങ്ങിക്കുളിക്കരുതോ? ഇസ്രായേലിൽ ഒന്ന് കുളിക്കണമോ എന്ന് പറഞ്ഞു. മാത്രമല്ല, നയമാൻ വിചാരിച്ച പോലെ ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, പ്രവാചകൻ ഒരു നോക്ക് പോലും നോക്കാതെയാണ് ഇക്കാര്യം അറിയിച്ചത്. മാത്രമല്ല, താൻ വിചാരിച്ചു, പ്രവാചകൻ എൻ്റെ അടുക്കൽ വന്ന് തൻ്റെ രോഗത്തെ അറിഞ്ഞ് തനിക്ക് വേണ്ടി കഴിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ചെയ്യുമെന്ന്. എന്നാൽ അതുണ്ടായില്ല. പകരം ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങുവാനാണ് ആവശ്യപ്പെട്ടത്. അവൻ കോപിതനായി തിരിച്ചു പോകാൻ ഒരുങ്ങി. അപ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ നയമാനോട്, പ്രവാചകൻ ഇതിലും വലിയ കാര്യമാണ് പറഞ്ഞിരുന്നെങ്കിൽ യജമാൻ ചെയ്യുമായിരുന്നല്ലോ. നദിയിൽ കുളിക്കാനല്ലേ ആവശ്യപ്പെട്ടുള്ളൂ എന്ന്. നയമാൻ അങ്ങനെ ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ അവൻ്റെ ശരീരം ചെറുകുട്ടിയുടെ ശരീരം പോലെ അവൻ വൃത്തിയായി ശുദ്ധനായി തീർന്നു. നയമാന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം വളരെ സന്തോഷം. ഏറെക്കാലം ചികിത്സ ചെയ്തിട്ടും ഭേദമാകാത്ത തൻ്റെ കുഷ്ഠം ഒരു നദിയിൽ കുളിച്ചപ്പോൾ സൗഖ്യമായിരിക്കുന്നു. അതും ഒരു ദൈവപുരുഷൻ്റെ വാക്ക് കേട്ട് നിമിഷങ്ങൾക്കുള്ളിൽ സൗഖ്യമായിരിക്കുന്നു. വളരെ സന്തോഷം. ജോർദാൻ നദി ഒരു പുണ്യനദിയാണ്. ഗലീലക്കടലിനും ശാവുകടലിനും ബന്ധപ്പെട്ട ഇസ്രായേലിലൂടെ ഒഴുകുന്ന ഒരു പുണ്യനദിയാണ് ജോർദാൻ നദി. ജ്ഞാപകയോഗനാൽ യേശുക്രിസ്തു സ്നാനപ്പെട്ടത് ജോർദാൻ നദിയിലാണ്. വെള്ളത്തിൻ്റെ സൗഖ്യവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ചരിത്രമുണ്ട്. യോഹന്നാൻ 5-ാം അധ്യായം 2 മുതൽ 9 വാക്യങ്ങൾ. യെരുശലേമിലെ ബെഥസ്ദ കുളം. ബെഥസ്ദയ്ക്ക് 5 മണ്ഡപങ്ങളുണ്ട്. അതിലെ കുളത്തിൻ്റെ വെള്ളത്തിന് ഇളക്കം കാത്ത് അനേക രോഗികൾ കാത്തിരിക്കുമായിരുന്നു. ഒരു ദൂതൻ വെള്ളം കലക്കും. വെള്ളം കലക്കത്തിൻ്റെ അവസാനം ഏത് രോഗിയാണോ ആ വെള്ളത്തിലിറങ്ങുന്നത് അവൻ സൗഖ്യമാകും എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്തത് യോഹന്നാൻ 9-ാം അധ്യായം 5-7 വാക്യങ്ങൾ. യേശു ക്രിസ്തുവിനോട് താൻ കാഴ്ച പ്രാപിക്കാൻ
വിശ്വാസം കൊണ്ട് നിറയിച്ചപ്പോൾ യേശു നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി കുരുടൻ്റെ 2 കണ്ണിലും പൂശി, നീ പോയി ശീലോകുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞതനുസരിച്ച് കുരുടൻ ശീലോകുളത്തിൽ പോയി കഴുകിയപ്പോൾ അവൻ കാഴ്ചയുള്ളവനായി മാറി. ഇങ്ങനെ ഇസ്രായേൽ വെള്ളവുമായി സൗഖ്യമാകുന്ന ഒരു ചരിത്രമുണ്ട്. നയമാൻ താൻ സൗഖ്യമായ സന്തോഷം എലീശ പ്രവചനെ അറിയിച്ചു. ചെന്ന് കണ്ടു. തൻ്റെ സന്തോഷം പറഞ്ഞാലും അപ്പുറമാണ്. നയമാൻ ഒന്നറിയിച്ചു, ഇനി എനിക്ക് സിറിയയിലെ ദൈവം വേണ്ട, എന്നെ സൗഖ്യമാക്കിയ ഇസ്രായേലിലെ ദൈവമായ യഹോവ ആണ് എൻ്റെ ദൈവമെന്ന് നയമാൻ സ്വയം ഒരു തീരുമാനമെടുത്തു. അതിൽ വിശ്വസിച്ചു. ഇനി യഹോവയ്ക്ക് വേണ്ടി മാത്രമേ ഹന്യയാവും ഹോമയാവും അർപ്പിക്കൂ എന്ന്. തൻ്റെ സന്തോഷത്തിനായി നയമാൻ സിറിയയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന 10 താലന്ത് വെള്ളിയും 6000 ശെക്കെൽ പൊന്നും 10 കൂട്ടം വസ്ത്രങ്ങളും എലീശ പ്രവചനം കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ എലീശ സന്തോഷപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത്. നയമാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഇസ്രായേൽ മണ്ണ് പുണ്യമണ്ണാണ്, 2 കോർ കഴുത ചുമട് എടുത്തോട്ടെ എന്ന് പ്രവാചകൻ അനുവാദം കൊടുത്തു. എന്നുകൂടെ പറഞ്ഞു, ഇതുവരെ നയമാൻ സിറിയയിൽ റിമ്മോനെയാണ് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഇനി ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ രാജാവ് നമസ്കരിക്കാൻ എൻ്റെ കൈത്താങ്ങലിലൂടെ കുമ്പിടുമ്പോൾ ഞാനീ ഈ വേളയിൽ നമസ്കരിക്കേണ്ടി വരുന്ന ഈ സാഹചര്യത്തിൽ എന്നെ സൗഖ്യമാക്കിയ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നോട് ക്ഷമിക്കുമാറാകട്ടെ എന്ന്. അതിന് പ്രവാചകൻ സമാധാനത്തോടെ പോകാം എന്ന് അറിയിച്ചു. നയമാൻ ഒട്ടകവും രഥവും സൈന്യങ്ങളുമായി തൻ്റെ രാജ്യമായ സിറിയയിലേക്ക് പോകാൻ പുറപ്പെട്ടു. പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചക ശിഷ്യനായ ഗേഹസി യാത്രയിൽ അവനെ ചെന്ന് കാണാൻ പോയി. ഗേഹസിയെ കണ്ടപ്പോൾ നയമാൻ അവനെ എതിരേറ്റു. രഥത്തിൽ നിന്നിറങ്ങി സുഖമായി എന്ന് അന്വേഷിച്ചു. സുഖമെന്ന് പറഞ്ഞു. ഗേഹസി തൻ്റെ ആഗമന ഉദ്ദേശം നയമാനെ അറിയിച്ചു. പ്രവാചക ശിഷ്യന്മാരിൽ 2 ചെറുപ്പക്കാർക്ക് വളരെ കഷ്ടമാണ്. അവർക്ക് വേണ്ടി സമ്മാനങ്ങൾ സ്വീകരിക്കുവാൻ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നുവെന്ന്. ഇത് കേട്ടപ്പോൾ നയമാന് വളരെ സന്തോഷം. കാരണം പ്രവാചകൻ സന്തോഷപൂർവ്വം നിരസിച്ചതാണ് തൻ്റെ വ്യവഹാരം. ഇപ്പോൾ സ്വീകരിക്കാമെന്ന് അറിയിച്ചപ്പോൾ വളരെ സന്തോഷം. ഗേഹസി ഞാനോട് പറഞ്ഞു, 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രങ്ങളുമാണ് വേണ്ടതെന്ന്. എന്നാൽ
നയമാൻ അവന് 2 താലന്ത് വെള്ളിയും 2 കൂട്ട് വസ്ത്രങ്ങളും കൊടുത്തു. ഇത് ചുമക്കാൻ 2 ശിഷ്യന്മാരെയും അവനോടൊപ്പം അയച്ചു. ഗേഹസിയും 2 ചുമട്ടുകാരും കൂടെ നടന്നു. കുന്നിനരികെ എത്തിയപ്പോൾ അവൻ്റെ വീട്ടിൽ ചുമടിറക്കാൻ ആവശ്യപ്പെട്ട് അവരെ തിരികെ അയച്ചു. ഗേഹസി ശേഷം എലീഷ പ്രവചനെ ചെന്ന് കണ്ടു. എലീഷ പ്രവചകൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. നയമാനെ എതിരേൽക്കാൻ നീ ചെന്നപ്പോൾ എൻ്റെ ഹൃദയം നിന്നോടൊപ്പം കൊന്നല്ലയോ എന്ന് പ്രവാചകൻ ഗേഹസിയോട് ചോദിച്ചു. എന്നുവെച്ചാൽ അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എലീഷ അറിഞ്ഞിരിക്കുന്നതിനർത്ഥം. ദ്രവ്യവും വസ്ത്രവും, മുന്തിരിത്തോട്ടവും ഒലിവുത്തോട്ടവും ആടുമാടുകളും ദാസീദാസന്മാരെയും വാങ്ങുവാനുള്ള സമയം ഇതാണ്. നീ എൻ്റെ സന്നിധിയിൽ നേരില്ലാത്തവനാണ്. ഉപായത്താൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ നീ ചെയ്തിരിക്കുന്നു. അതിമോഹമാണ് നിനക്കുള്ളത്. എലീഷ പ്രവാചകൻ ഗേഹസിയോട്, ഇതിനാൽ നയമാൻ്റെ കുഷ്ഠം നിനക്ക് നിൻ്റെ സന്തതിക്കും പിടിപ്പെട്ടിരിക്കുന്നുവെന്ന്. ഉടനെ ഗേഹസി കുഷ്ഠരോഗിയായി ഹിമ പോലെ അവൻ വെളുത്തു. അവൻ അവിടം വിട്ട് പോയി. ഒരുപക്ഷെ ഗേഹസി എലീഷയുടെ സേവനം നന്നായി ചേരുന്നുവെങ്കിൽ, സത്യസന്ധനായിരുന്നുവെങ്കിൽ എലീഷയുടെ കാലശേഷം ഒരു നല്ല പ്രവാചകനാകുമായിരുന്നു. അതായത് ഏലിയ പ്രവാചകൻ്റെ നല്ലൊരു ശിഷ്യനായിരുന്നു എലീഷ പ്രവാചകൻ. അതുപോലെ ഗേഹസി ഒരു നല്ല ശിഷ്യനായിരുന്നെങ്കിൽ എലീഷ പ്രവചനെ പോലെ ഒരു നല്ല പ്രവാചകനാകുമായിരുന്നു. എന്നാൽ തൻ്റെ നേരില്ലായ്മ തൻ്റെ സ്ഥാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും എപ്പോഴും ആയിരിക്കണമെന്നാണ് ഇതിനർത്ഥം.